ലോകത്തിൽ എല്ലാ ജനങ്ങളും നാട്ടിനു വേണ്ടി സ്നേഹിക്കുന്ന സമൂഹ ജനങ്ങളും രാഷ്ട്രത്തിന്റെ തലവന്മാരും സമുദായത്തിന്റെയും ശ്രേയസ്സും മംഗളവും പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളെയും കാക്ഷിക്കുന്നു. എങ്കിലും അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ ഈ ലോകത്തിൽ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പൂർവ്വ താപസന്മാരും ഋഷികളും പ്രവാചകന്മാരും നമ്മോട് നൽകപ്പെട്ട സന്ദേശം എല്ലാവരും മറന്നുപോയി. ഉദാഹരണം, ഈ ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, പ്രകാശമായ ലോകങ്ങൾ 7, തമസ് ഇരുളടഞ്ഞ ലോകങ്ങൾ 7, അങ്ങനെ 14 ലോകത്തിനെ കേന്ദ്രീകരിക്കുകയാണ് പ്രപഞ്ചം. അതിൽ മനുഷ്യൻ ഭൂമണ്ഡലത്തിലാണ് മനുഷ്യനും സമസ്ത കോടി ജീവജാലങ്ങളും ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രകാശമായ ലോകത്തിലുള്ള പ്രഭ ഭൂമിയിലേക്ക് പതിച്ച് മനുഷ്യനെ ശ്രേഷ്ഠമാക്കി തീർക്കാൻ വേണ്ടി കാലം നൽകിയ ഒരു കരുണയുമാണ് ആ പ്രകാശരശ്മികൾ ഇവിടെ പടരാൻ. എങ്കിലും താമസിക ശക്തികളുടെ അന്ധകാരമായ പ്രപഞ്ചത്തെ മനുഷ്യലോകത്തിന് കിട്ടാത്ത ആ ഊർജത്തിന് കിട്ടാതെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന താമസിക ശക്തികൾ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരാശി ആവരണം ചെയ്തിരിക്കുകയാണ്. അതിനെ ഭേദിച്ച് ആ തമസിനെ ഭേദിപ്പിച്ച് ആ ആദ്യ സ്രോതസ്സിൽ നിന്ന് വരുന്ന ഈശ്വരീയ ഊർജത്തിന്റെ മനുഷ്യലോകത്തിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ എല്ലാ മനുഷ്യ മനസ്സുകളുടെ കൂട്ടായ്മയും ഏകമായ മനസ്സും ഏകമായ ശുഭപ്രതീക്ഷയും സങ്കല്പത്തോടുകൂടി യജ്ഞസംസ്കാരങ്ങളിലൂടെ ഭേദിപ്പിച്ചിട്ടെങ്കിൽ മാത്രമേ പ്രകാശത്തിൽ വരുന്ന പ്രകാശരശ്മി ഊർജ്ജലോകത്തിൽ വരുന്ന അല്പപ്രഭ മനുഷ്യ ജീവജാലങ്ങളിലും മനുഷ്യരിലേക്കും പകർന്ന് മനുഷ്യന്റെ തിരിച്ചറിവിൽ വീണ്ടെടുത്ത് അവന്റെ സത്യസാക്ഷാത്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതോടൊപ്പം അധോലോകത്തിലുള്ളതായിരിക്കുന്ന താമസിക ശക്തികൾ മനുഷ്യനെ കീഴടക്കിയ ശക്തികൾക്ക് ആത്മപ്രഭയോടുകൂടി അവരും പരിവർത്തനം വന്ന് ഈ സമൂഹം ഒരു സ്വർഗരാജ്യമായി പ്രവർത്തിക്കപ്പെടും. അതിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യന്റെ പരിണാമദശ. അതിലേക്കുള്ള സമയമാണ് ഇപ്പോൾ.
ആദ്യമായിട്ടാണ് ഈ കൺട്രിയിൽ ഒരു വിശ്വശാന്തി യജ്ഞം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വിശ്വശാന്തി യജ്ഞം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വത്തിന് സാധാരണ എപ്പോഴും വിശ്വം ശാന്തമാണ്. എങ്കിലും മനുഷ്യ മനസ്സ് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ലക്ഷ്യബോധവും ഉദ്ദേശവും വഴിയറിയാതെ മനുഷ്യൻ വഴിമാറിപ്പോകുമ്പോൾ ഈ നമ്മളിലുള്ള മനസ്സിന്റെ അസ്വസ്ഥതകൾ ഈ പ്രപഞ്ചത്തിൽ വ്യാപകമായി ആ പരമമായ സത്യത്തിൽ നിന്ന് വരുന്ന ഊർജത്തിനെ സ്വീകരിക്കാൻ പവറില്ലാതെ പോകും. കഴിവ് നഷ്ടപ്പെടുന്നതോടുകൂടി എല്ലാ മനുഷ്യ മനസ്സുകളിലും അശാന്തി, ശാന്തിയില്ലാത്ത ഒരു മാനസികാവസ്ഥയും തിരിച്ചറിവില്ലാത്തതും സ്നേഹമില്ലാത്ത ഒരു സമുദായം ഇവിടെ ഉടലെടുക്കും. അപ്പോഴെല്ലാം പ്രകൃതി ശോഭിപ്പിച്ചിട്ട് രണ്ടാമറി പുനർജന്മം നൽകാൻ വേണ്ടി പ്രകൃതി സദാസമയം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാന്തി വരാനുള്ള ഒരു സംസ്കാര ക്രിയകൾ പൂർവ്വ ഋഷികൾ നൽകപ്പെട്ട സംസ്കാരത്തിനോട് ബന്ധപ്പെട്ട വേദിക് സമ്പ്രദായമായ വിശ്വശാന്തി യജ്ഞമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചം വലിയൊരു മാറ്റത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവജാലങ്ങളും മനുഷ്യൻ എങ്ങനെ പരിണമിച്ച് യഥാർത്ഥമായ ബോധാവസ്ഥയിലേക്ക് പരിണമിക്കുന്നുവോ അതുപോലെ പ്രപഞ്ച പരിണാമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ് ഇനി. വാസ്തവത്തിൽ സമൂഹത്തിനും മനുഷ്യരാശിക്കും ഭൂമിക്കും എല്ലാ ശ്രേയസ്സും വരേണ്ട കാലഘട്ടങ്ങളാണ്. അതിന്റെ ഒരു പരിവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിവർത്തനത്തിൽ എല്ലാവരും ഭയപ്പെടുന്നത് നാശത്തിനെയാണ്. വാസ്തവത്തിൽ നാശമല്ല, നന്മയിലേക്കുള്ള പ്രയാണമാണ് പ്രപഞ്ചം. ആ നന്മ ഒരു മനുഷ്യന്റെ മനസ്സിൽ തന്നെയാണ് നന്മ കുടികൊണ്ടിരിക്കുന്നത്. ആ നന്മയിലൂടെ വിശാലമായ മനസ്സിനെ വളർത്തിയെടുക്കാനുള്ള ഒരു സംസ്കാരങ്ങളാണ് തഥാതൻ സമുദായത്തിനോടും ജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിണാമദിശനെ കണ്ടറിഞ്ഞ് അതിനെ ആശ്രയിക്കാനുള്ള ബോധവികസനവും മനുഷ്യന്റെ കൂട്ടായ്മയും ഏകമായ മനസ്സുകളും എല്ലാം ഇവിടെ ഒന്നിച്ചേരണം. വാസ്തവത്തിൽ മനുഷ്യന്റെ കർമ്മഗതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വിദ്യാഭ്യാസത്തിന് ക്ഷയം വന്നുകൊണ്ടിരിക്കുന്നു, തലമുറകൾ വഴിപഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ മുഴുവനും ഈ പ്രപഞ്ച പരിണാമത്തിന്റെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് അതിനുള്ള ഊർജ്ജത്തോടുകൂടി മനുഷ്യൻ ബോധവികസത്തോടുകൂടി സമുദായത്തെ നമ്മൾ ഒന്നിച്ചേരുകയാണെങ്കിൽ എല്ലാ മനുഷ്യ മനസ്സുകളും ഒന്നിച്ച് ഈ പ്രപഞ്ചം തന്നെ ശ്രേയസിലേക്ക് ഒരു കടന്നു വരേണ്ട കാലവും കൂടിയാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ആ ശ്രദ്ധയെ ബോധ്യപ്പെടുത്തി തരുവാനും അതായത് വിശ്വത്തിന് മറഞ്ഞുപോയ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാനും വേണ്ടി പ്രപഞ്ചത്തിൽ ആ പരമസത്യത്തിന്റെ ഊർജ്ജത്തിനെ പ്രസരിപ്പിക്കുവാനും വേണ്ടിയാണ് വിശ്വശാന്തി യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ വിശ്വശാന്തി യജ്ഞത്തിൽ പങ്കെടുത്ത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യാനും കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും ഉദ്ദേശവും. അതായത് മനുഷ്യബോധത്തിൽ സൃഷ്ടാവാൽ ബീജഭാവനം ചെയ്ത ധർമ്മത്തിന്റെ ഊർജത്തെ വികസിപ്പിച്ച് കർമ്മലോകത്തേക്ക് പ്രസരിപ്പിച്ച് ഈ കർമ്മലോകം ഈശ്വരൻ സ്നേഹം കൊണ്ട് സൃഷ്ടിച്ച കർമ്മലോകത്തിൽ സ്നേഹത്തിന് പങ്കുചേർന്ന് ലോകത്തിന്റെ വിശ്വപ്രപഞ്ചം അല്ലെങ്കിൽ സ്വർഗപ്രപഞ്ചം കരഗതമായി, അതായത് മനുഷ്യബോധത്തിൽ സൃഷ്ടാവാൽ ബീജഭാവനം ചെയ്ത ധർമ്മത്തിന്റെ ഊർജത്തെ വികസിപ്പിച്ച് കർമ്മലോകത്തേക്ക് പ്രസരിപ്പിച്ച് ഈ കർമ്മലോകം ഈശ്വരൻ സ്നേഹം കൊണ്ട് സൃഷ്ടിച്ച കർമ്മലോകത്തിൽ സ്നേഹത്തിന് പങ്കുചേർന്ന് ലോകത്തിന്റെ വിശ്വപ്രപഞ്ചം അല്ലെങ്കിൽ സ്വർഗപ്രപഞ്ചം കരഗതമായി എല്ലാ ജനങ്ങളും സന്തോഷവും ആഹ്ലാദകരമായി ജീവിക്കാനുള്ള ധർമ്മത്തിന്റെ സന്ദേശമാണ് അതായത് ലോകത്തോട് പറയാനുള്ളത്.
അതിനുവേണ്ടിയാണ് ഇന്നലെ വേദങ്ങളെ ലോകത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി വേദാചാര്യന്മാർ എത്രയോ കാലം വരെ സൂക്ഷിച്ചിരിക്കുന്ന പരമ്പരത്തിന് ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുകയാണ്. അത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ അത് വലിയൊരു പുണ്യമായിട്ട് തന്നെ കാണണം. ഒന്നും അറിയാത്ത മാനവന് അറിയാത്ത വഴിയിൽ തന്നെ ഇതുവരെ വളർത്തി മനുഷ്യൻ. ഇപ്പോഴെങ്കിലും തിരിച്ചറിവ് വന്നല്ലോ എന്ന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. മനുഷ്യലോകത്തിൽ ഇങ്ങനെ ജീവിച്ചു വന്നിട്ടെങ്കിൽ നമ്മുടെ നാടും വീടും നഷ്ടപ്പെട്ടു പോകുമെന്ന് ആചാര്യന്മാർക്ക് തോന്നിയിരുന്നെങ്കിൽ അതും മഹാഭാഗ്യമാണ്. അപ്പോൾ വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ജീവിത രീതി ഇനിയുള്ള തലമുറകളെ നിങ്ങൾ വളർത്താൻ ത്യാഗം ചെയ്യും. ചെറിയ ചെറിയ ആചാരങ്ങളിലൂടെയും ചെറിയ ചെറിയ സംസ്കാരങ്ങളിലൂടെയും നമ്മുടെ കുഞ്ഞുമക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതന്മാരായിത്തീരും, ഈ ലോകത്തിൻ്റെ ഈ പ്രതിപുരുഷന്മാരായിത്തീരും. അത്രയും വലിയ ശക്തിയും അറിവും കൊടുത്തിട്ടാണ് ഇന്നത്തെ ജന്മങ്ങൾ, ഇന്നത്തെ ശിശുക്കളെ ജനിപ്പിച്ചിരിക്കുന്നത്. ഈ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? ലോകത്തിനെയെ പോഷിപ്പിക്കുന്ന ഊർജം പകരുന്ന സാന്നിധ്യമാണ്. അതിൻ്റെ തെളിവാണെന്നല്ല ഞാൻ കഥ പറഞ്ഞത്. നചികേതസ് മൃത്യുവിൻ്റെ അടുത്ത് സമീപിക്കുന്നത്. നചികേതസ് മൃത്യുവിൻ്റെ അടുത്ത് എന്തിനു സമീപിച്ചു? മൃത്യു ധർമ്മത്തിന് വിരുമാനം നിഷ്കാസനം ചെയ്ത്, അതാണ് മൃത്യു പറയുന്നത്. അവൻ ധർമ്മത്തിന് പ്രചാരം ചെയ്യുന്ന ആചാര്യൻ. ആചാര്യോ മൃത്യുകു, മൃത്യുവാണ് ആചാര്യൻ. വാസ്തവത്തിൽ ഉപനയനം പറഞ്ഞാൽ എന്താണ്? മൃത്യുവിൻ്റെ കയ്യിൽ തൻ്റെ സന്താനങ്ങളെ കൊടുക്കുക. നിങ്ങളൊരു പക്ഷേ പേടിക്കും, മൃത്യുവിൻ്റെ കയ്യിൽ എൻ്റെ മകനെ കൊടുക്കുകയെന്ന്. മൃത്യുവിൻ്റെ കയ്യിൽ കൊടുത്താലേ രക്ഷയുള്ളൂ. മൃത്യുവിന് മാത്രമേ ജന്മരഹസ്യം അറിയുള്ളൂ. മൃത്യുവിന് മാത്രമേ പരമമായ ജ്ഞാനം അറിയുള്ളൂ. മൃത്യുവിന് മാത്രമേ ലോകം എന്താണെന്ന് മൃത്യുവിന് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അഥർവവേദത്തിൽ ബ്രഹ്മചാരികളുടെ സൂക്തം എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഒരു ബ്രഹ്മചാരിയുടെ മഹത്വമാണ് ഈ പ്രപഞ്ചത്തിന് ജലം, വായു, അഗ്നി, ഭൂമി, ആകാശം, അന്തരീക്ഷം, സൂര്യൻ, ചന്ദ്രൻ പോഷിപ്പിക്കുന്ന ഊർജം. ഇവരെങ്ങനെ പോഷിപ്പിക്കുന്നു? ഊർജ്ജലോകങ്ങളിൽ നിന്ന് വരുന്ന ദൈവിക ഊർജ്ജത്തിനെ സ്വീകരിക്കാനുള്ള ശരീരമാണ് മനസ്സുകളെ ഉപാധിയാക്കി അതിലൂടെ ഈ പ്രപഞ്ചത്തിനെ പോഷിപ്പിക്കുകയാണ് സർവേശ്വരൻ. എന്താ അവിടുത്തെ വിഭൂതികൾ? ഇതൊക്കെ നമ്മുടെ കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കേണ്ട മക്കളെ. അതൊക്കെ കേൾക്ക് നമ്മുടെ മനം കുളിരും, ജീവൻ കുളിരും. വെറുതെ നിസ്സാര കാര്യങ്ങളിൽ ഭ്രമിച്ച് തൻ്റെ ജീവിതത്തിന് ഇതിന് പാഴാക്കി കളയുന്നു. വെറും വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനാണോ മാനവൻ? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അതൊക്കെ അങ്ങയെപ്പോലുള്ള സ്വാമിമാർക്കേ പറ്റുള്ളൂ എന്ന്. അതാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചത്. സ്വാമിമാർക്ക് പറ്റുന്നതല്ല, ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും പറ്റുന്നതാണ്.
വിചാരിക്കും അതൊക്കെ അങ്ങനെപ്പോലുള്ള സ്വാമിമാർക്കേ പറ്റുള്ളൂ എന്ന്. അതാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചത്. സ്വാമിമാർക്ക് പറ്റുന്നതല്ല, ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും പറ്റുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് പുതുമ തോന്നിയേക്കാം. ഇവിടെ വരുന്ന ഏത് അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാവർക്കും കരസ്ഥമാകും. അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മഹാചാര്യന്മാരെ നോക്കിയാൽ കാണാം. ഏറ്റവും താഴ്ന്ന കുലങ്ങളിൽ ഒന്നും അറിയാത്ത കുടുംബങ്ങളിൽ ജനിച്ചു അവരൊക്കെ മഹാസിദ്ധന്മാരായി, യോഗീശ്വരന്മാരായി, തപസ്വികളായി. അവിടെ മാർഗങ്ങളാണ് നമ്മളത് ഒന്നും അറിയാത്ത. പിന്നെ നാം എന്തിനു പഠിക്കുന്നു? അപ്പം നമ്മൾ ഇനിയുള്ള കോലത്ത് ജീവിക്കണമെങ്കിൽ ആ ഊർധ്വലോകത്തിൽ വരുന്ന അല്പപ്രവിയും അതോ ലോകത്തിലുണ്ടെങ്കിൽ കൂടി ബന്ധിച്ച് മനുഷ്യലോകം പോഷിക്കേണ്ട സമയം വന്നിരിക്കുക. അതിനുവേണ്ടി കാലം നമ്മളോട് ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിച്ച ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പഠിച്ച അറിവിൽ കൊണ്ട് ചേർത്തരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇത് പഠിച്ചറിവല്ല, ഇത് കാലത്തിൻ്റെ വാക്കുകളാണ്. നമ്മൾ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാ. ആ വാക്കുകളെ ശ്രവിക്കുക. അതാണ് മഹാചാര്യന്മാർ വന്ന ധർമ്മ അനുശാസനം, ധർമ്മശാസ്ത്ര. ധർമ്മത്തിന് ശാസനം ചെയ്തോളയണം എന്ന് കൽപ്പിക്കുന്നവരാണ് ധർമ്മത്തിൻ്റെ. അതാണ് ധർമ്മശാസ്ത്ര എന്ന് പേര്. ബുദ്ധന് ധർമ്മശാസ്ത്ര എന്ന് പേര് വരാൻ കാരണം എന്താ? ലോകരോട് നോക്കി പറയുന്നു, ധർമ്മത്തെ നീ ആചരിച്ചോളയണം. അതാണ് ശാസനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് അവർക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് കേട്ടുപോയാൽ പോരാ, അത് ജീവിതത്തിൽ പകർത്തിയിരിക്കണം. അതുപോലെ കാലത്താൽ നിയോഗിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ കാലത്താൽ പ്രചോദിപ്പിക്കുന്ന വചനങ്ങൾ മക്കളെ നിങ്ങൾ സ്വീകരിച്ചോളയണം. കാരണം അത് ലോകത്തിന്, നമ്മുടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, തലമുറകളുടെ, നമ്മുടെ നാട്ടിൻ്റെ ആവശ്യമാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിലും അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭം വളരെ വിലപിടിച്ചതാണ്. കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ട് മാനവൻ മധ്യത്തിൽ നിൽക്കുകയാണ്. ഊർധ്വമണ്ഡലങ്ങളിൽ നിന്നും അധോമണ്ഡലങ്ങളിൽ നിന്നും മധ്യത്തിലാണ് മാനവലോകം. ഈ മാനവലോകത്തിനെ ബന്ധിപ്പിക്കുന്ന ചാനലുകളാണിത്. ആ പ്രകാശത്തെയും തമസിൻ്റെ ശക്തിയെയും കൂടി സമ്മേളിച്ച് മനുഷ്യൻ്റെ ബോധം വികസിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രാർത്ഥന. നിങ്ങൾ മനസ്സാൽ ആദരവോടുകൂടി ഭക്തിയോടുകൂടി ഈ സങ്കല്പങ്ങൾ സത്യമാക്കി തീർക്കണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ ഇനി കലരാം. ശ്രീതഥാതൻ വന്നു ദീപവുമായി. കുഞ്ഞു മനസ്സിൽ ശ്രീതഥാതൻ വന്നു ദീപവുമായി. സ്നേഹമേകാൻ താളമാകാൻ ഗാനമാകാനായി ധർമ്മമോദാനായി. സ്നേഹമേകാൻ താളമാകാൻ ഗാനമാകാനായി ധർമ്മമോദാനായി. കുഞ്ഞു മനസ്സിൽ ശ്രീതഥാതൻ വന്നു ദീപവുമായി.
ശ്രീ തഥാതാ, ഓം ശ്രീ തഥാതാ. വരുന്നു ഞങ്ങൾ നന്മ പകരാൻ ഗുരുവിനനുഗ്രഹത്താൽ. വരുന്നു ഞങ്ങൾ നന്മ പകരാൻ ഗുരുവിനനുഗ്രഹത്താൽ. ലോകമെങ്ങും സാന്ത്വനത്താൽ കുളിരു പെയ്യണമേ. ശ്രീ തഥാതാ, ലോകമെങ്ങും സാന്ത്വനത്താൽ കുളിരു പെയ്യണമേ. ശ്രീ തഥാതാ. കുഞ്ഞു മനസ്സിൽ ശ്രീതഥാരൻ വന്നു ദീപവുമായി.
അതിമനസ്സല്ലയോ പ്രണമിച്ചിടും നീതാ സർവലോകങ്ങളും പ്രണമിച്ചിടും നീതാ ഓം ശ്രീ തഥാതവോ ഓം ശ്രീ ശിവായ ഓം ശ്രീ ശിവായ ഓം ശ്രീ തഥാതവോ ശ്രീ മഹാപ്രഭോ അതിമനസ്സല്ലയോ സർവലോകങ്ങളും പ്രണമിച്ചിടും നീതാ സർവലോകങ്ങളും പ്രണമിച്ചിടും നീതാ ഓം ശ്രീ തഥാതവോ ഓം ശ്രീ ശിവായ ഓം
മനസ്സിൽ ശ്രീതഥാതൻ വന്നു ദീപവുമായി. മനസ്സിൽ ശ്രീതഥാതൻ വന്നു ദീപവുമായി. സ്നേഹമേകാൻ താളമാകാൻ ഗാനമാകാനാ ധർമ്മമോദാനായി. സ്നേഹമേകാൻ താളമാകാൻ ഗാനമാകാനായി ധർമ്മമോദാനായി. കുഞ്ഞു മനസ്സിൽ ശ്രീതഥാതൻ വന്നു ദീപവുമായി. ഓം ശ്രീ തഥാതാ ഓം ശ്രീ തഥാതാ. വരുന്നു ഞങ്ങൾ നന്മ പകരാൻ ഗുരുവിനനുഗ്രഹത്താൽ. വരുന്നു ഞങ്ങൾ നന്മ പകരാൻ ഗുരുവിനനുഗ്രഹത്താൽ. ലോകമെങ്ങും സാന്ത്വനത്താൽ കുളിരു പെയ്യണമേ. ശ്രീതഥാതാ ലോകമെങ്ങും സാന്ത്വനത്താൽ കുളിരു പെയ്യണമേ.
ഇന്നത്തെ സമൂഹവും വ്യക്തിയും രാഷ്ട്രത്തിന് എല്ലാറ്റിനെയും പരിവർത്തനം വരുന്ന കാലഘട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബോധപൂർവം സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് മനുഷ്യൻ ഇന്ന് അസ്വസ്ഥരാണ്. എല്ലാ തലങ്ങളിലും മത്സരബുദ്ധിയും യുദ്ധങ്ങളും അക്രമങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിനെ മറികടക്കാൻ മനുഷ്യനെ ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠമായ ധർമ്മത്തിന്റെ പാതയിലൂടെ നയിപ്പിക്കാനും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും കുടുംബത്തിന്റെയും വ്യക്തിയുടെയും ശ്രേയസ്സിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി കാലത്താൽ നിയോഗിക്കപ്പെട്ട പ്രവർത്തനങ്ങളാണ് പതാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ദുരിതത്തിലൂടെ മാറ്റം വരുന്ന ഉള്ള പ്രതീക്ഷയല്ല, മനുഷ്യന്റെ മനസ്സുകളിൽ ലോകത്തിന്റെ മാറ്റത്തിനു വേണ്ടി ശുഭപ്രതീക്ഷയും ശുഭസങ്കല്പങ്ങളും മനുഷ്യലോകത്തിലേക്ക് കടന്നു വരണം. അങ്ങനെ ശുഭസങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ജീവിതചര്യകളും കർമ്മരംഗങ്ങളും ക്രമീകരിക്കുന്നതോടുകൂടി ആ പ്രകൃതിയുടെ ദുരന്തകൾ മാറി പ്രകൃതിയുടെ സാന്നിധ്യം നമ്മൾക്ക് അനുകൂലിച്ച് നല്ല മാർഗത്തിലൂടെ നയിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അതിനോടൊപ്പം തന്നെ മനുഷ്യന്റെ അന്നത്തെ കാലത്ത് എല്ലാം വിഘടിച്ചു നിൽക്കുന്ന കാലത്ത് മനുഷ്യന്റെ ബോധം ഒന്നിച്ചേരുകയും ലോകത്തിന്റെ മാറ്റത്തിന് വേണ്ടി ശുഭസങ്കല്പങ്ങളോടുകൂടി ഇച്ഛിക്കുകയും ജീവിതം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. കുറച്ച് ഓരോ ഗ്രാമങ്ങളിൽ കുറച്ചു പേരെങ്കിലും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ അത് മാറ്റം നാശത്തിലൂടെയും മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോ അന്ധകാരം വാങ്ങിച്ച പ്രപഞ്ചത്തിൽ സൂര്യൻ എങ്ങനെ ഉദിച്ചു വന്നിട്ട് അന്ധകാരം മാറ്റിക്കൊണ്ട് മനുഷ്യൻ കർമ്മലോകത്തെ അനുഷ്ഠിക്കുന്നപ്പോൾ അതുപോലെ നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ തമസിന്റെ ആധിക്യത്താൽ നമുക്ക് തിരിച്ചറിവില്ലാതിരിക്കുമ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജത്തിനെ വികസിപ്പിച്ച് ആത്മശക്തിക്ക് നമ്മുടെ മനസ്സ് വഴങ്ങിക്കൊടുക്കുമ്പോൾ ആത്മപ്രഭ വ്യക്തിയിലൂടെ മാറ്റം സമൂഹത്തിൽ വ്യാപിക്കും. സമൂഹത്തിലൂടെ മാറ്റം രാഷ്ട്രത്തിലും വിശ്വത്തിലും വ്യാപിക്കും. എങ്കിലും പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മനുഷ്യൻ ആ മാറ്റത്തിന് ഉൾക്കൊള്ളാൻ പറ്റാനാണ് ഈ വ്യക്തിയുടെ വികാസം വേണം പറയുന്നത്. ആ വികാസത്തിലൂടെയേ നമ്മുടെ സമുദായത്തിനും രാഷ്ട്രത്തിനും മാറ്റം വരുള്ളൂ. പ്രപഞ്ചത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമുക്ക് കുറവാണ്. അതിനെ ഉണർവോടുകൂടി നമ്മൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടും, അതിന് സംശയമില്ല. മനുഷ്യന്റെ ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ ജന്മത്തിന്റെ ഉദ്ദേശവും ബോധ്യപ്പെടുത്തുകയും അവൻ ആചരിക്കേണ്ട സാമൂഹ്യപരമായും വ്യക്തിപരമായുള്ള ജീവിത രീതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതോടുകൂടി അവർക്ക് ആ ബോധവൽക്കരണം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചേർന്ന് ഈ ലോകത്തിന്റെയും സമൂഹത്തിന്റെയും ശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിലുണ്ടായിരിക്കണം. അതാണ് മുഖ്യം. അതെ, എല്ലാം ശ്രേഷ്ഠമായ മനുഷ്യനാണ് ലോകത്ത് ജനിച്ചിരിക്കുന്നത്. എങ്കിലും അവരുടെ ശ്രേഷ്ഠത മറന്നുകൊണ്ട് സമസ്ത സഹജീവികളോടുള്ള സ്നേഹവും വാത്സല്യവും കരുണയും അവരെ സഹായിക്കാനുള്ള സന്മനസ്സും, അതായത് സ്നേഹമാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ മഹിമ. പരമസത്യത്തിന്റെ വഴിയും അത് തന്നെയാണ്. ആ സ്നേഹം മറന്ന് മനുഷ്യൻ വ്യക്തിയിൽ മാത്രം ഈഗോവിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളും നാശങ്ങളും വരുന്നു. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കരുണയോടെ സ്നേഹിച്ച് അവരെ സഹായിച്ച് നല്ല ഒരു സാമൂഹ്യപരമായ ശ്രേഷ്ഠമായ ഒരു സന്തോഷകരമായ ആഹ്ലാദപരമായ ഒരു സമുദായം ഇവിടെ ഉടലെടുക്കാനുള്ള ഒരു സംസ്കാരങ്ങളെ ജനങ്ങളെ ഉണർത്തുന്നതാണ് അതാത് ചെയ്യുന്ന കർമ്മരംഗങ്ങൾ. അതായത് സമുദായത്തിൽ ധർമ്മം മറിഞ്ഞ അധർമ്മത്തിന്റെ ശക്തി കീഴടക്കുമ്പോൾ ധർമ്മത്തിന്റെ പാത തുറന്നു കൊടുക്കാൻ വേണ്ടി കാലത്തിന് നിശ്ചയിക്കപ്പെട്ടതും അതിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ചും നാട്ടിന്റെ സംസ്കാരങ്ങൾക്കനുസരിച്ചും മാർഗങ്ങളെ ശരിയായ ദിശാബോധത്തിലൂടെ വളർത്തി വികസിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പ്രധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പദാർത്ഥമസ്തു. ഇപ്പോൾ ഈ കാണുന്ന പ്രത്യക്ഷമായ പ്രപഞ്ചനും സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും ഏതിൽ നിന്ന് വന്നോ ആ സാന്നിധ്യത്തിന് ഈശ്വരൻ എന്ന് പേര്. ഈ ജീവജാലങ്ങൾക്ക് ഊർജം പകർന്നതായിരിക്കുന്ന സാന്നിധ്യമാണ്. ഭൂമിയാണ് സർവ്വത്തിനും കാരണമായത്. ഈ മനുഷ്യലോകം ഈ ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും ജന്മത്തെക്കുറിച്ചും അറിയുകയാണെങ്കിൽ ഇത്ര പ്രോബ്ലങ്ങളൊന്നുമില്ല. പ്രോബ്ലങ്ങളിൽ നിന്ന് മോചിക്കാനും സഹായകമാകും. അതാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. അതായത് ഈ കാണുന്ന പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ സമസ്ത പ്രപഞ്ചത്തിലും സമസ്ത കോടി ജീവജാലങ്ങളും ജനിച്ചു. നമ്മൾ ഓരോരോ വ്യക്തികളും ജനിച്ചു. ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും വായുവും അതിനെല്ലാറ്റിനും ഒരു ഉദ്ദേശമുണ്ട്. ചെടികളും കൊടികൾക്കും പുഷ്പിക്കാനും ബലം നൽകാനും ഒരു ഉദ്ദേശവും ലക്ഷ്യബോധവും പ്രകൃതിയിലുണ്ട്. വാസ്തവത്തിൽ ഈ മനുഷ്യൻ എന്താണ് ലക്ഷ്യം ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി അവൻ ദുഃഖത്തിലും ദുരിതത്തിലും യാതനകളും അനുഭവിച്ച് നരകവേദന അനുഭവിച്ച് സമുദായത്തിന് നാശത്തിന് വിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും തൻ്റെ ജന്മ ഉദ്ദേശത്തിനെ മനസ്സിലാക്കുകയും ജന്മ ഉദ്ദേശത്തിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ജീവിത രീതി കൈപ്പറ്റി മനുഷ്യൻ്റെ ബോധവികസനങ്ങളും ആത്മാവിൻ്റെ വികസനങ്ങളും മനുഷ്യൻ്റെ പുഷ്പീകരണവും അതിലുണ്ടാകുന്ന ഫലങ്ങളും തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, കർമ്മങ്ങളെല്ലാം ലോകത്തിന് നന്മയുടെ വിത്ത് വിതയ്ക്കുകയും ലോകം തന്നെ ഒരു സ്വർഗ്ഗപ്രപഞ്ചമായി മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രേഷ്ഠമായ ബോധത്തോടുകൂടിയുള്ള ഒരു ജീവിതം കൈപ്പറ്റാൻ എല്ലാവരും തയ്യാറാകും. ഈ കാണുന്ന ചെടികൾക്കും കൊടികൾക്കും സൂര്യനും ചന്ദ്രനും ഭൂമിക്കും ഉദ്ദേശമുണ്ടെങ്കിൽ മനുഷ്യന് ഉദ്ദേശമില്ലയോ? ആ ഉദ്ദേശവും ലക്ഷ്യവും മനുഷ്യൻ മറന്നുപോയതാണ് ഈ അന്ധതയ്ക്കും ദുരിതത്തിനും ദുഃഖത്തിനും കാണുന്ന പ്രത്യക്ഷ പ്രപഞ്ചവും സമസ്ത കോടി ജീവജാലങ്ങളും പരിണാമത്തിലൂടെ ഒരു ഉയർന്ന ബോധത്തിലേക്ക് വളർന്നു വരുന്ന സമയമാണിത്. യുഗയുഗങ്ങളായി പരിണമിച്ച് ഈ കാലഘട്ടം സമസ്ത ജീവജാലങ്ങൾക്കും മനുഷ്യബോധത്തിനും വളർന്ന് ഒരു ശ്രേഷ്ഠമായ ഒരു ധർമ്മയുഗം ഇവിടെ ആവിർഭവിക്കേണ്ട കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മവികാസത്തോടു കൂടിയ ജനത ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരു സമയം വരും. ആ വരുന്ന സമയത്ത് മാറ്റങ്ങളുണ്ടാക്കും. അത് ബോധപൂർവം ആശ്രയിക്കുമ്പോൾ നന്മയിലൂടെ മാറ്റങ്ങളുണ്ടാകും. അല്ല തിന്മ ആഗ്രഹിക്കുന്നവർക്ക് നാശത്തിലൂടെ മാറ്റങ്ങളുണ്ടാകും. ഈ പ്രകൃതിക്ഷോഭങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും അക്രമങ്ങളും അനീതികളും ഈ മാറ്റത്തിന് അവൻ ഏത് തരത്തിൽ ഏത് മനോഭാവത്തിൽ പൂർവാർജിതത്തിന് കർമ്മവേനയ്ക്കനുസരിച്ച് നിൽക്കുന്നുവോ അവിടെ നിന്നാണ് വളർത്താനുള്ളതായിരിക്കുന്ന അറിവും ബോധ വികസനങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിക്കും. ഒരു കുട്ടി അറിവില്ലാത്ത ഒരു കുട്ടിയുടെ അറിവിനെ എങ്ങനെയാണ് ഒരു മാസ്റ്റേഴ്സ് വികസിപ്പിച്ച് അറിവും സാമൂഹികപരമായ അറിവും പഠിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ആധ്യാത്മിക ഊർജ്ജം, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജ്ജത്തിനെ വികസിപ്പിച്ച് നമ്മളതിനെ ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ഒരു ജ്ഞാനം നമ്മളിലേക്ക് ഉടലെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവചേതനയിലുള്ള ശക്തി ഇന്ദ്രിയങ്ങളിലൂടെ സ്പന്ദിച്ച് വിഷയങ്ങളോടുകൂടി ചേരുമ്പോൾ നമ്മൾക്ക് ആഗ്രഹങ്ങൾ ജനിക്കുകയും അതിലൂടെ വെപ്രാളത്തിലൂടെ മനുഷ്യൻ ജീവിക്കുകയാണ്. എങ്കിലും നമ്മുടെ ജീവചേതനയുള്ള ആ ആത്മീയ ഊർജ്ജത്തിൻ്റെ വികസനം വരുമ്പോൾ ആ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ബോധം വിട്ടിട്ട് വെറും ശക്തിയോട് ബന്ധപ്പെടുന്ന മാറിക്കൊണ്ട് നമുക്ക് അറിവും ജ്ഞാനത്തോടുകൂടി സമുദായത്തിനെയും ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ബന്ധപ്പെട്ട് ലോകജീവിതം സമ്പുഷ്ടമാക്കാനും സാധിക്കും. അവരുടെ മനസ്സിൻ്റെ സൈക്കോളജിക്കലായിട്ട് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിലുള്ള ആത്മശക്തി ഉണർന്ന് ആ ഒരു ബോധകേന്ദ്രത്തിലേക്ക് അവരുടെ മനസ്സ് തിരിയാനുള്ള സന്ദർഭങ്ങൾ പ്രകൃത്യത്തിന് അവർ നമ്മളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ അവ്യക്തമായിരിക്കുന്ന നമുക്ക് മനസ്സിനും ബുദ്ധിക്കും അറിയാൻ പറ്റാത്ത ഒരു അദൃശ്യ ശക്തിയാണ്. ആ അദൃശ്യശക്തി ഉണ്ടെങ്കിലും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയുടെ ഉണർച്ച, ആ ഉണർച്ചയിലൂടെ ഈ സമഷ്ടിപ്രപഞ്ചത്തിലുള്ള ശക്തിയും കൂടി സമ്മേളിക്കുമ്പോഴാണ് നമ്മൾക്ക് ബോധവികസനവും അറിവും മനസ്സിനെയും തന്നെയുള്ള ആത്മശക്തിയെയും ബോധവൽക്കരിച്ചതിന് ശേഷം ശാരീരികവും മാനസികവുമായിട്ടുള്ള താളം ക്രമപ്പെടുത്താനുള്ള ജീവിത രീതികളും മാർഗങ്ങളും നിശ്ചയിച്ച് ക്രമീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആത്മശക്തിയുടെ വളർച്ചയും വികാസവും പ്രകൃതിയിൽ തന്നെ സംഭവിക്കും. ഈ കാണുന്ന നമ്മളുണ്ട്, ഈ കാണുന്ന പ്രത്യക്ഷ പ്രപഞ്ചമുണ്ട്. ഇത് രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്ന ഏതോ ഒരു അദൃശ്യബോധം ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് മധ്യമ മാർഗത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് ചിലവർ ഭൗതികപരമായ ജീവിതത്തിൽ മാത്രം മോഹിച്ചുകൊണ്ട് ആധ്യാത്മികത്തിനെ ത്യാഗം ചെയ്തുകൊണ്ട് ഭൗതികത്തിന് മാത്രം മോഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു ഗ്രൂപ്പ്. അതിനുപരി ആധ്യാത്മിക ജീവിതമാണെന്ന് പറഞ്ഞാൽ ഭൗതികത്തിനെ നിഷേധിച്ച് ആധ്യാത്മിക ജീവിതം നയിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. ഇത് രണ്ടും യാഥാർത്ഥ്യമല്ല. ഈ ഭൗതികം ആധ്യാത്മികം പറഞ്ഞ് രണ്ടില്ല, ഒന്നേ ഉള്ളൂ.
എങ്കിലും ആധ്യാത്മിക ഊർജത്തിൻ്റെ വികസനം ഭൗതിക ജീവിതത്തിനെ ശ്രേയസ്സാക്കി തീർക്കാൻ ഏതൊരു മാർഗമാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനാണ് മധ്യമമാർഗം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതികത്തെയും ആധ്യാത്മികത്തിനെയും പ്രത്യക്ഷപ്പെടുത്താനുണ്ടാകുന്ന ആ യഥാർത്ഥമായ ബോധത്തിൽ, മഹാബോധത്തിലേക്ക് മനസ്സിനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും സമ്മേളിക്കുന്നതാണ് മധ്യമമാർഗം. അവൻ തിരിച്ചു വരാം, അല്ലെങ്കിൽ മറ്റുള്ള ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാം. ബോധത്തോടുകൂടി ദേഹം വിട്ടുകയും ബോധത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിവുള്ളവന് തിരിച്ച് ലോകത്തിന് വീണ്ടും ശരീരമെടുക്കാം, അല്ലെങ്കിൽ ഇതര ലോകങ്ങളിൽ പോയി ജനിക്കുകയും ചെയ്യാം. അവൻ്റെ സ്വാതന്ത്ര്യത്തിലൂടെ അവൻ സഞ്ചരിക്കാൻ കഴിയും. ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി പല കാലങ്ങൾക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന മതങ്ങളും സംസ്കാരങ്ങളും ഇവിടെ ഉടലെടുത്തു. അതിന് ബോധപൂർവം വേണ്ട വിധം ശരിയായ ദിശാബോധത്തിലൂടെ വളർത്തുകയാണെങ്കിൽ നന്മയിലേക്ക് വരും. മതവികാരങ്ങൾക്ക് കീഴ്പ്പെടുകയും അവനവൻ്റെ സൃഷ്ടിച്ച ഈഗോ മാത്രത്തിൽ ഒതുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അത് വളർച്ചയുണ്ടാവില്ല, അത് മുരടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ സാധ്യമാകുള്ളൂ. Thank you so much. Thank you very much. വസ്തു കാണുന്ന ഈ പ്രത്യക്ഷ പ്രപഞ്ചം തന്നെ സ്നേഹസ്വരൂപമായി നിലനിൽക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമായി നമ്മളെ പുഷ്പം നമ്മളോട് സ്നേഹിക്കുന്നു, നമ്മളെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഒരു ചെടിയിലുള്ള ഫലങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അത് നമ്മളെ സ്നേഹിക്കുന്നു. അങ്ങനെ സമസ്ത ജീവജാലങ്ങളും സ്നേഹിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ആകാശം. മനുഷ്യൻ മാത്രം സ്നേഹിക്കില്ല. ആ സ്നേഹത്തിൻ്റെ ഊർജം വികസിപ്പിച്ചാൽ സർവ്വശക്തികളും നമ്മളിൽ ഉണരുക മാത്രമല്ല, വ്യക്തിയും കുടുംബവും രാഷ്ട്രവും വിശ്വവും ശ്രേയസ്സടയാൻ സ്നേഹം കൊണ്ട് ഉണ്ടായ പ്രപഞ്ചത്തിൽ സ്നേഹം തന്നെ തിരിച്ചുപോയി സ്നേഹത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യ ജീവജാലങ്ങളും സ്നേഹത്തോടുകൂടി സന്തോഷകരമായി ഇവിടെ ജീവിക്കാൻ കഴിയും. ഇതിനെ ബോധവൽക്കരിച്ച് കൺവേർഷൻ ആക്കിയാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഇന്നത്തെ സ്നേഹം അവരവരുടേതായ വ്യക്തി ആഗ്രഹങ്ങൾ നിലനിർത്താൻ വേണ്ടി പ്രകടമാകുന്ന മനോഭാവം. യഥാർത്ഥ സ്നേഹം പ്രകൃതിയാൽ വന്നു ചേരേണ്ടതാണ്. ഈ സ്നേഹത്തിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കുകയും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയപരമായിട്ടുള്ള കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉറവിടം പ്രകൃതിയിൽ സംഭവിക്കും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും, അങ്ങനെയാണ് അറിവുണ്ടാകുന്നത്. അതുപോലെ സംഭവിക്കാനുള്ള സന്ദർഭങ്ങളില്ല. ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെ ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെ ഉദ്ദേശിച്ച് മറികടന്ന് ഈഗോവിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഈഗോവിൽ നിന്നിട്ട് ഉയർന്ന് വിശാലമായ ഒരു മനസ്ഥിതി ഉണ്ടാവുകയും ആ മനസ്ഥിതിയിലൂടെ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും പ്രബുദ്ധത ഉണ്ടാകും. ആ പ്രബുദ്ധിയുള്ള ഒരു സമുദായം ഇവിടെ ഉടലെടുക്കുമ്പോൾ ഈ മാറ്റങ്ങൾ പെട്ടെന്ന് അനിവാര്യമായി ലോകത്ത് പ്രത്യക്ഷപ്പെടും. ഈഗോ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത ഒരു ശക്തിയുടെ സ്പർശനം ഇന്ദ്രിയങ്ങളുടെ ലോകത്ത് ബന്ധപ്പെടുമ്പോൾ ശാരീരിക തലത്തിലുള്ള സുഖം മാത്രം മരണത്തിന് ഇരയാകുന്ന ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം ജീവിച്ചു വരുമ്പോൾ അത് ശക്തമാകുമ്പോൾ അത് ഈഗോ ആവുന്നു. അത് മൃഗീയ തലമാണ്. മറ്റുള്ളവരെ കീഴടക്കാനും ദ്രോഹിക്കാനും വഞ്ചിക്കാനുള്ളതായിരിക്കുന്ന മാനസികാവസ്ഥ വരുന്നു. അതിൽ കൂടിയിരിക്കുന്നതായിരിക്കുന്ന ആത്മീയ ഊർജം വികസിപ്പിച്ച് പ്രസരിക്കുകയാണെങ്കിൽ ഈ ഈഗോ വികസിക്കുന്നതോടുകൂടി അവൻ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും വ്യക്തികളായി മാറുന്നതോടുകൂടി നമ്മുടെ നിശ്ചിതമായതിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കണം. ഒരു വ്യക്തിനെ അങ്ങനെ വളർന്ന് ചെടിയായി പുഷ്പിച്ച് ഫലം ഉണ്ടാകുന്നുവോ അതുപോലെ നമ്മളുടെ ഊർജ്ജത്തിനെ വികസിപ്പിച്ച് വളർത്തിയെടുത്താൽ എളുപ്പം അത് അവരാരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അവരവരുടെ കർമ്മവാസനയാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മോചിക്കാനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. പൂർവാർജിത കർമ്മം ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ട് അവൻ്റെ ജന്മം വന്ന് പൂർവാർജിതത്തിൽ വൈരുദ്ധ്യമായതും ധർമ്മത്തിന് വിരോധമായതും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും വഞ്ചിക്കുന്നതുമായ ക്രിയകൾ ചെയ്തവർ പീഡനയോടുകൂടി തന്നെ ജനിച്ച് പീഡനയോടുകൂടി തന്നെ അനുഭവിച്ച് മരിച്ച് വീണ്ടും വീണ്ടും
ആ സർക്യൂട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനാണ് മനുഷ്യൻ്റെ ആന്തരികപരമായിട്ടും ബാഹ്യപരമായിട്ടും വളർച്ചയ്ക്കുള്ള വിദ്യാഭ്യാസത്തിലൂടെ ക്രമീകരിക്കണം. തൻ്റെ ആരോഗ്യം, തൻ്റെ മനസ്സ്, തൻ്റെ ബുദ്ധിയെ ശരിയായ ദിശാബോധത്തിലൂടെ വളർത്താനുള്ള വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിൽ വളർത്തിയെടുത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാക്കി തീർക്കാൻ എളുപ്പമാണ് ലോകത്തിൽ. അല്ല, ഈ തരത്തിൽ പോകുകയാണെങ്കിൽ അത് നാശത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധ്യമാകും. ആത്മവികാസത്തിനുള്ള ജനറലായിട്ട് ചില മാർഗങ്ങളുണ്ട്. പിന്നെ അവരുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് പരിവർത്തനം വരുത്താനുള്ള വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും. അവൻ ഏത് തരത്തിൽ, ഏത് മനോഭാവത്തിൽ പൂർവാർജിതത്തിന് കർമ്മവേനയ്ക്കനുസരിച്ച് നിൽക്കുന്നുവോ അവിടെ നിന്നാണ് വളർത്താനുള്ളതായിരിക്കുന്ന അറിവും ബോധ വികസനങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിക്കേണ്ടത്. ഒരു കുട്ടി, അറിവില്ലാത്ത ഒരു കുട്ടിയുടെ അറിവിനെ എങ്ങനെയാണോ ഒരു മാസ്റ്റേഴ്സ് വികസിപ്പിച്ച് അറിവും സാമൂഹികപരമായ അറിവും പഠിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ആധ്യാത്മിക ഊർജ്ജം, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജ്ജത്തിനെ വികസിപ്പിച്ച് നമ്മളതിനെ ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ഒരു ജ്ഞാനം നമ്മളിലേക്ക് ഉടലെടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അത് അവൻ്റെ മനസ്സിൻ്റെ സൈക്കോളജിക്കലായിട്ട് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ മനസ്സിലുള്ള ആത്മശക്തി ഉണർന്ന് ആ ഒരു ബോധകേന്ദ്രത്തിലേക്ക് അവൻ്റെ മനസ്സ് തിരിയാനുള്ള സന്ദർഭങ്ങൾ പ്രകൃതിയത്തിന് അവരിൽ സംഭവിക്കും. Thank you so much. Thank you very much.